Good evening. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ സീക്വൻസ് ആൻഡ് സീരീസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ് ദ ഹെഡിങ് ചാപ്റ്റർ 9 സ്ട്രെയിറ്റ് ലൈൻസ്. ചാപ്റ്റർ 9 സ്ട്രെയിറ്റ് ലൈൻസ്. അക്ഷയ്, ഗായത്രി ക്യാമറ ഓൺ ചെയ്യട്ടോ. ക്യാമറ ഓൺ ചെയ്തേ. ഗായത്രി, ക്യാമറ ഓൺ ചെയ്യ് ഗായത്രി. എഴുതിയോ? ഓക്കെ, എഴുതിക്കോളാം. നിങ്ങൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടില്ലേ? 10th പഠിച്ചിട്ടില്ലേ? സെക്ഷൻ ഫോർമുല പഠിച്ചിട്ടില്ലേ? ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു? രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല. എന്തായിരുന്നു ഡിസ്റ്റൻസ് ഫോർമുല? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഓർമ്മയില്ലേ? എഴുതിക്കോളൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് capital P x1, y1 and capital Q x2, y2. The distance between the points capital P x1, y1 and capital Q x2, y2 is എന്തായിരുന്നു? PQ equal root of x2 minus x1 the whole square plus y2 minus y1 the whole square. PQ equal root of x2 minus x1 the whole square plus y2 minus y1 the whole square. എഴുതിയോ? കഴിഞ്ഞോ? Next point, second point. The coordinates of a point dividing the line segment joining the points ordered pair x1 y1. ordered pair എങ്ങനെ എഴുതാ? ബ്രാക്കറ്റിൽ x1, y1 and ordered pair x2, y2 internally in the ratio m:n. internally in the ratio m:n are എന്തായിരിക്കും? സെക്ഷൻ ഫോർമുല പഠിച്ചിട്ടില്ലേ? We have a line joining the point x1, y1 and x2, y2 in the ratio m:n. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? പറഞ്ഞേ. mx2 plus nx1 divided by m plus n, my2 plus nx2 divided by m plus n. എഴുതിക്കോ. നിങ്ങൾ m:n വരെ m1 m2 എന്നായിരിക്കും പഠിച്ചത്. അങ്ങനെയും ചെയ്യാട്ടോ, കുഴപ്പമില്ല. അത് മതിയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്ത് എഴുതാം. കഴിഞ്ഞോ?
ny1. കഴിഞ്ഞോ? Next point. The coordinates of the coordinates of the coordinates of the midpoint of the line segment, the coordinates of the midpoint of the line segment, the coordinates of the midpoint of the line segment joining the points ordered pair x1 comma y1 and x2 comma y2 are the coordinate of the midpoint of the line segment joining the points x1 comma y1 and x2 comma y2 are എന്താണ് പറഞ്ഞേ? മിഡ്പോയിന്റിന്റെ ഇക്വേഷൻ മിഡ്പോയിന്റ് x1 plus x2 by 2 comma y1 plus y2 by 2. Next point. The area of the triangle whose vertices are x1 comma y1, x2 comma y2, x3 comma y3, x3 comma y3 is in the equation. പറഞ്ഞേ area of the triangle. Area is equal to 1 by 2 into modulus of x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y2 minus y1 minus y2. എഴുതിക്കും. കാണുന്നില്ലേ? ആർക്കും കാണാൻ പറ്റുന്നില്ലേ? ആർക്കും കാണാൻ പറ്റുന്നില്ല? സോറി, സാരംഗ്, ഗായത്രി കാണാൻ പറ്റുന്നില്ല? ഓക്കെ ഓക്കെ. ഇത് ഇവിടെ വെച്ചില്ലെങ്കിൽ ഇരിക്കൂല അല്ലേ? ഇങ്ങനെ വെച്ചാൽ കാണാവോ? പക്ഷെ ഇങ്ങനെ വെച്ചാൽ ഞാനിവിടെ നിൽക്കും. വെയിറ്റ് ഞാനത് ചെയ്യട്ടെ. നീ കാണാൻ പറ്റില്ല എന്നല്ലേ ഇപ്പഴാ? ഇപ്പൊ കാണാവോ?
അല്ല നിങ്ങക്ക് അതിനകത്ത് എഴുതിയേക്കുന്ന ക്ലിയർ ആണോ? ക്ലിയർ അല്ല. എന്താ ക്ലിയർ അല്ലാത്ത? വീഡിയോ പോസ്റ്റ് ചെയ്തേ. സോ ക്വസ്റ്റ്യൻ കിട്ടിയോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ് ആർ 4 4. ആ 4 4 3 minus 2 and minus 3 16. Find the area of the triangle whose vertices are 4 4 3 minus 2 minus 3 16. ഒന്ന് ചെയ്ത് നോക്കി. കിട്ടിയ ആൻസർ? കിട്ടിയോ? 27. ഓർഡർ എടുക്കണം, തന്നിരിക്കുന്ന ഓർഡർ. ആ കുഴപ്പമില്ല. എത്രയാ കിട്ടിയ? 27. കറക്റ്റ് ആണ്. ഏരിയ ഇക്വേഷൻ എന്താ? 1/2 mod x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. That is 1/2 into modulus of ഇവിടെ x1 ആരാ? 4 ആണ്. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എടുത്താൽ മതി. 4 into y2 minus y3 minus 2 minus 16 plus x2 3 into 16 minus 4 plus x3 minus 3 into 4 minus minus 2, that is 4 plus 2, which is equal to 1/2 into modulus of minus 2 minus 16 minus 18. Minus 18 into 4 എത്രയാ? minus 72 plus 16 minus 4 12. 12 into 3 36. 4 plus 2 6. 6 into minus 3 minus 18. Minus 72 minus 18. 90 plus 36 126. Sorry. 1/2 into minus 90 plus 36. 90 minus 30 60 54. 1/2 into mod of minus 54, that is 54/2, which is equal to 27 square units. കിട്ടിയോ? നോക്കി എഴുതല്ലേ, തനിയെ ചെയ്യണേ. എവിടെ കിട്ടിയില്ലല്ലോ. 27 square units. കഴിഞ്ഞോ? Next heading, slope of a line. Slope of a line. Slope of a line. ഇത് കഴിഞ്ഞല്ലോ എല്ലാരും? നിങ്ങൾക്ക് കിട്ടിയോ?
Slope of a line. If theta is the inclination, if theta is the inclination, if theta is theta, theta, if theta is the inclination of a line L, of a line L, comma, then tan theta, then tan theta, then tan theta is called, then tan theta is called the slope or gradient of the line L. The slope or gradient of the line L. Gradient. Gradient. Gradient of the line L. സോ ഒരു ലൈനിന്റെ ഇൻക്ലിനേഷൻ തീറ്റയാണ്. ഇൻക്ലിനേഷൻ തീറ്റയാണ്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ലൈൻ ഇതാണല്ലേ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഏതാ പോസിറ്റീവ് എക്സ് ആക്സിസ്? ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. സോ ഒരു ലൈൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ലൈൻ എൽ. ഈ ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് എടുക്കേണ്ടത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എടുക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈനിന്റെ ഇൻക്ലിനേഷൻ തീറ്റയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കണത് എങ്ങനെയാ? ടാൻ തീറ്റ. നമ്മൾ സ്ലോപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എം എന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ആ എഴുതിയോ? എന്തോരം എഴുതി? ടാൻ തീറ്റ ഇസ് എ സ്ലോപ്പ്. ഇനി ഒന്നെങ്കിൽ ഇപ്പൊ ഇൻക്ലിനേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്ലോപ്പ്. ഇനി അങ്ങനെയല്ല, കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആയിരിക്കും ഗ്രേഡിയന്റ്. Let capital P, next line ആയിട്ട് എഴുതാം. Let capital P x1, y1 and capital Q x2, y2 be two points on the line L, then slope of the line L is given by, m equal y2 minus y1 divided by x2 minus x1. m equal y2 minus y1 divided by x2 minus x1. എഴുതിയോ? അപ്പോൾ നമ്മുടെ ലൈൻ എല്ലിലെ രണ്ട് പോയിന്റ്സ് ആണ് പി ആൻഡ് ക്യൂ എന്ന് വിചാരിച്ചു. പി എന്ന് പറയുന്നത് x1, y1 ആണ് ആൻഡ് ക്യൂ എന്ന് പറയുന്നത് x2, y2 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? കോർഡിനേറ്റ്സ് വെച്ചിട്ട് y2 minus y1 divided by x2 minus x1. Okay. Next point. If the line L1 is parallel to L2, if the line L1 is parallel to L2, if the line L1 is parallel to L2, then their slopes will be equal. Then their slopes will be equal. Next point. If the lines L1 and L2, if the lines L1 and L2
are perpendicular to each other, if the lines L1 and L2 are perpendicular to each other, then the product of their slopes will be -1. ഇപ്പോൾ L1ന്റെ സ്ലോപ്പ് M1 ആണെന്ന് വിചാരിക്കുക, L2ന്റെ സ്ലോപ്പ് M2 ആണെന്ന് വിചാരിക്കുക, then M1 M2 will be equal to -1 if L1 is perpendicular to L2. L1 എന്ന് പറയുന്ന ലൈൻ L2നോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ then the product of their slopes will be equal to -1. That is M1 M2 is equal to -1. ഇനി പാരലൽ ആണെങ്കിലോ M1 equal to M2 if L1 parallel to L2. L1 L2 പാരലൽ ആണെങ്കിൽ their slopes will be equal. കിട്ടിയോ? Take the first exercise. First exercise നടത്ത്. First exercise. First question. Draw a quadrilateral in the Cartesian plane whose vertices are -4, 5, 0, 7, 5, -5 and -4, -2. Also find its area. നിങ്ങൾ അത് എന്താ ക്വാഡ്രിലാറ്ററൽ ശരിക്കും ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ വേണം വരയ്ക്കാനായിട്ട്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ക്വാഡ്രിലാറ്ററൽ എങ്ങനെയായിരിക്കും കിട്ടുക? So this is our quadrilateral. അല്ലെ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പറ? ഞാൻ ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ കട്ട് ചെയ്യുക. രണ്ട് ട്രയാങ്കിൾ ആയില്ലേ? ട്രയാങ്കിൾ ADCU ആയി, ABCU ആയി. എന്ത് ചെയ്യാ? രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പൊ നോക്കിയേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഇക്വേഷൻ എന്താ? ഏരിയ ഈക്വൽ 3 വേർട്ടിസസ് തന്നേക്കുന്നത് അല്ലെ? 3 വേർട്ടിസസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? 1/2 ഇൻറ്റു മോഡ് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2 which is equal to 1/2 into ഇങ്ങനെ എടുക്കാം ACD ADC അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർഡറിൽ എടുത്താൽ മതി. ഓർഡറിന് വലിയതില്ല എന്നുവെച്ചാൽ നിങ്ങൾ എടുക്കുമ്പോഴേ ആദ്യം തന്നെ എഴുതി വെക്കുക. x1 y1 ഏതാണ്, x2 y2 ഏതാണ്, x3 y3 ഏതാണ് എഴുതി വെക്കുക, എന്നിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇപ്പൊ y1 ഇതെന്ന് എടുത്തിട്ട് x1 ഇതെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോവും. പറഞ്ഞോ, ഞാൻ കേൾക്കണ്ട്, പറഞ്ഞോ. അത് കുഴപ്പമില്ല.
നിങ്ങൾ എടുക്കുമ്പോൾ പോയിന്റ്സ് ഇപ്പോൾ x1 y1 നിങ്ങൾ ഡിസ്റ്റൻസ് ഫോമിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കത്തില്ല. അതേപോലെ തന്നെ ഇപ്പൊ ചില സമയം നമ്മൾ എടുക്കുമ്പോൾ ഇത് x1 ആയിട്ട് എടുത്തിട്ട് ഇത് y1 അങ്ങനെയൊന്നും എടുക്കരുത്. എവിടെ എന്താ ഫോർത്ത് നമ്മൾ 2 ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്തില്ലേ? ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഞാനിപ്പോ ഇവിടെ x1 y1 എന്ന് പറയുന്നത് a ആണ്. സംസാരിക്കാണ്ട് എഴുതിക്കേ. ഏത് ട്രയാങ്കിൾ ആദ്യമായിട്ട് എടുത്തേ? ചെയ്ത് നോക്കാം, നമുക്ക് നോക്കാം. കിട്ടിയോ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC കിട്ടിയോ? എത്ര കിട്ടിയ? 27/2 തന്നെയല്ലേ കിട്ടിയ? ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ ഏരിയ എന്ന് കണ്ടുപിടിച്ച ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് കണ്ടുപിടിച്ചേ. നെക്സ്റ്റ് ട്രയാങ്കിൾ ആണോ കിട്ടിയത്?
-5 അല്ലേ? അത് കുഴപ്പമില്ല, നിങ്ങൾ ഏതിട്ടാ ചെയ്തേ? അത് കുഴപ്പമില്ല. ആരൊക്കെ ഇത് തന്നെ ചെയ്തത്? അത് കുഴപ്പമില്ല, നിങ്ങളത് ചെയ്തു. ആൻസർ ചെയ്യാൻ അറിഞ്ഞാ പോരെ. ഇതിലും വ്യത്യാസം വരുമല്ലോ, ഇതിലും മാറുമല്ലോ. അപ്പൊ 135/2 സ്ക്വയർ യൂണിറ്റ്സ് ആണോ കിട്ടിയേ? ആ, നന്ദനയ്ക്ക് ഏതാ കിട്ടിയേ? ആൻസർ 135/2 ആണോ കിട്ടിയേ? സ്ക്വയർ യൂണിറ്റ്സ് ഏത് യൂണിറ്റ്സ് എഴുതാൻ മറന്നു അല്ലേ? നിങ്ങൾ അതിനെ നോക്ക്, ഫൈനൽ ആൻസർ എന്താണ്? എത്രയാ? 113ഓ? സെക്കൻഡിന്റെ 113 ആണോ കിട്ടിയേ? 113 അല്ലല്ലോ. ഫസ്റ്റ് വൺ എത്രയാ കിട്ടിയേ? അല്ലല്ലോ, കറക്റ്റ് ആണ്. ചെയ്ത് കഴിഞ്ഞോ? കിട്ടിയോ? ഏതാ ചെയ്തത്? രണ്ടും ചെയ്തോ? രണ്ട് ട്രയാങ്കിളിനെയും ചെയ്തു. ആൻസർ എത്രയാ കിട്ടിയേ? ആ, 108. പിന്നെ ഇതാണ് ആൻസർ. ഇതല്ലേ ചെയ്തേ? ഇപ്പൊ ഇതാണ് ആൻസർ. മറ്റേതിന്റെ ആൻസർ, അതിന്റെ ആൻസർ അല്ല. ജിസ് ഏതാ ചെയ്തത്? രണ്ടും ചെയ്തു. ഇത് കിട്ടിയോ ആൻസർ? ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടിയോ? 135/2 സ്ക്വയർ യൂണിറ്റ്സ് കിട്ടിയോ? ഇനി രണ്ടാമത് ചെയ്തതിന്റെ 26 അല്ലല്ലോ. അല്ല, ഫസ്റ്റ് വൺ ട്രയാങ്കിൾ ABC-യുടെ ആൻസർ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ അല്ലേ? 29 യൂണിറ്റ് സ്ക്വയർ ആണ് വരാ. നിങ്ങക്ക് എത്ര കിട്ടിയേ? എത്ര തെറ്റി? ഇനി സെക്കൻഡിന്റെ ആൻസറും 63/2 ആണ് കേട്ടോ. 63/2 കിട്ടിയോ? തെറ്റി. തെറ്റിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തെറ്റി? വേറെ ക്വസ്റ്റൻ അല്ലേ ജിസേ? നിങ്ങൾക്ക് ഞാൻ പറയണ മനസ്സിലാവണില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് A എന്ന് പറയുന്ന പോയിന്റ് -4 5 ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തത് -4 -5 ആണ്. അതിന്റെ ആൻസർ ആണ് 135/2 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, അത് കിട്ടിയോ എല്ലാവർക്കും? അത് കിട്ടിയോ? അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ആദർശ് കറക്റ്റ് ആക്കുന്നത്. ഇവിടെ തെറ്റിയെന്ന് നോക്കും. ചെയ്ത് കാണിക്കണോ? -4 5 ഇട്ട് ചെയ്ത് കാണിക്കണോ? അതെവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് കണ്ടുപിടിക്കട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തേ. നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Question number 2. നോക്കിയേ.
The base of an equilateral triangle with side 2a lies along the y-axis such that the midpoint of the base is at the origin. Find the vertices of the triangle. എങ്ങനെ ചെയ്യും? ഓക്കെ, നോക്ക. ദ ബേസ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് 2a. നമുക്കുള്ളത് എന്താ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാ? പറ. സൈഡ് ലെങ്ത് എത്രയാ? പറയൂ. 2a. Lies along the y-axis such that the midpoint of the base is at the origin. ഇതിന്റെ ബേസിന്റെ മിഡ് പോയിന്റ് എവിടെയാണ്? ഒറിജിനിലാണ്. ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 0, 0 ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ വേർട്ടിസസ് ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ വേർട്ടിസസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞേ. സൈഡ് എല്ലാം ഈക്വൽ ആണ്. ലെങ്ത് 2a ആയിരിക്കും അല്ലെ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോ എ ബി സി. വേർട്ടെക്സ് എ എന്താണ്? വേർട്ടെക്സ് ബി, വേർട്ടെക്സ് സി. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ എ ബി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് 0, 0 ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻ എത്രയായിരിക്കും? എ ആയിരിക്കും. ഇതോ? ഇതെന്തായിരിക്കും? ഇത് എ ആയിരിക്കും. ഇനി ഈ ലെങ്ത് എത്രയാ? 2a ആണ്. അപ്പോ ഇവിടത്തെ എയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? പറ. എയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 along the y axis എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ഒരു സെക്കൻഡ്. ഓക്കെ, എലോങ് ദി വൈ ആക്സിസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വൈ ആക്സിസിലാണ് നമ്മുടെ XY പ്ലെയിനിൽ ഇങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ ഇരിക്കുന്നത് അല്ലെ? ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. ദിസ് ഈസ് 2a ആൻഡ് ദിസ് ഈസ് 2a. ഇതല്ലേ നമ്മുടെ ട്രയാങ്കിൾ ABC? മനസ്സിലായോ? ഇതല്ലേ നമ്മുടെ ട്രയാങ്കിൾ ABC? അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? a ആയിരിക്കും. ഇത് 2a ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എത്രയായിരിക്കും പറഞ്ഞേ? എയുടെ കോർഡിനേറ്റ്സ് പറഞ്ഞേ. എക്സ് കോർഡിനേറ്റ് എത്രയാ? 0. വൈ കോർഡിനേറ്റോ? വൈ കോർഡിനേറ്റ് എത്രയാ ലെങ്ത്? a. ഇനി ഇവിടെയോ? എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് -a. ഇനി ഇവിടുത്തെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? ഇവിടെ ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഇത് കണ്ടുപിടിച്ചേ. ഈ ലെങ്ത് കണ്ടുപിടിച്ചേ. OC എന്ന് പറയുന്ന ലെങ്ത് ഒന്ന് കണ്ടുപിടിച്ചേ. OC y 0 ആണ്. ഈ OC എന്ന് പറയുന്ന ലെങ്ത് ഒന്ന് കണ്ടുപിടിക്കേ. കിട്ടിയോ? കിട്ടിയില്ലേ? by Pythagoras theorem
OC square plus OA square equal AC square. Therefore, OC square equal AC square minus OA square. AC square 4A square minus A square, which is equal to 3A square. Therefore, OC equal root 3A. So, ഈ ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? ശരിക്കും പ്ലസ് ഓർ മൈനസ് റൂട്ട് 3A ആണല്ലേ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റൂട്ട് 3A എന്ന് കിട്ടി അല്ലേ? ഇത് പ്ലസ് റൂട്ട് 3Aയും ആകാം അല്ലെങ്കിൽ മൈനസ് റൂട്ട് 3Aയും ആകാം അല്ലേ? അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇത് ഇങ്ങനെയും വരാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചും വരാം, നെഗറ്റീവ് എക്സ് ആക്സിസിലും വരാം. അപ്പൊ ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? എക്സ് കോർഡിനേറ്റ് 0യാ. എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ ലെങ്ത് പറഞ്ഞ റൂട്ട് 3A ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? റൂട്ട് 3A. വൈ കോർഡിനേറ്റോ 0. ഇപ്പുറത്തും വരാം. അപ്പൊ മൈനസ് റൂട്ട് 3A 0യും വരാം. അപ്പോ കോർഡിനേറ്റ്സ് എന്തൊക്കെയാ? Therefore, the coordinates of the triangle are, ഏതൊക്കെയാ coordinates of the triangle? Triangle are ഏതൊക്കെയാ? 0A, 0 minus A, root 3A 0, or 0A, 0 minus A, minus root 3A 0. This is the answer. ഏതൊക്കെ? ഇത് സംശയമുണ്ടോ? ഒന്നും കൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നും കൂടെ പറയണോ? പറയണം. പറയാം. ഓക്കെ, ഇവിടെ എന്താ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എലോങ് ദി വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിലാണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ABC എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 2A ആണ്. ഇനി ബേസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒറിജിൻ ആണ്. അപ്പൊ ഇത്രയും നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു ഫിഗർ വരച്ചു അല്ലെ? അപ്പൊ നമുക്കറിയാം ലെങ്ത് 2A ആണ്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് മിഡ് പോയിന്റ് ഒറിജിനലും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? A ആയിരിക്കും. താഴത്തോട്ടും A ആയിരിക്കും. ഇനി ഇവിടെ 2A ആയിരിക്കും, ഇവിടെ 2A ആയിരിക്കും. ഇനി നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കിട്ടി. അതായത് ഈ ഒറിജിനിൽ നിന്ന് മേലോട്ടുള്ള ലെങ്ത്, അതായത് വൈ ആക്സിസ് വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? A ആയിരിക്കും. വൈയുടെ ലെങ്ത് A അല്ലേ? സോ നമ്മുടെ പോയിന്റ് എന്തായിരിക്കും? 0A ആയിരിക്കും. ഇനി ബിയുടെ കോർഡിനേറ്റ്സോ? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് എത്രയാണ്? -A ആണ്. എയും ബിയും കിട്ടി. ഇനി നമുക്ക് സി കൂടി കണ്ടുപിടിക്കണം അല്ലെ? ഇനി സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ OCയുടെ ലെങ്ത് വേണം. OCയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? OC ഈക്വൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 3A എന്ന് കിട്ടി. അതായത് എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ എന്താകാം? ഒന്നെങ്കിൽ പ്ലസ് റൂട്ട് 3A ആകാം, അല്ലെങ്കിൽ മൈനസ് റൂട്ട് 3A ആകാം. ഇനി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആരാ? 0 ആണ്. ലോങ് ദ എക്സ് ആക്സിസിലാണ് പോയിന്റ് അല്ലെ? എക്സ് ആക്സിസിലുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താ? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ നമ്മുടെ കോർഡിനേറ്റ്സിന്റെ പോയിന്റ് എന്തൊക്കെയാ? സോറി, ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാ? 0A, 0 minus A, root 3A 0, or 0A, 0 minus A, minus root 3A 0. കിട്ടിയാ?
കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഗായത്രി. കഴിഞ്ഞോ ഗായത്രി? Next question. Find the distance between P x1 y1 and Q x2 y2 when PQ is parallel to y-axis. Find the distance between P and Q. P എന്ന് പറയുന്ന പോയിന്റ് എന്താ? x1, y1 and Q എന്ന് പറയുന്ന പോയിന്റ് x2, y2. So PQ is parallel to y-axis. എന്തായിരിക്കും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ? രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാ? പറയും. ഡിസ്റ്റൻസ് ഫോർമുല അല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല എന്താ? √(x2 - x1) the whole square plus y2 - y1 the whole square. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഈ പി ക്യു എന്ന് പറയുന്ന ലൈൻ y ആക്സിസിന് പാരലൽ ആണ്. അതായത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ലൈനാണ് നമ്മുടെ പി ക്യു എന്ന് പറയുന്നത്, അല്ലേ? ഈ പിയുടെ പോയിന്റ് x1 y1 ആണ്, ക്യൂവിന്റെ പോയിന്റ് x2 y2. ഈ കോർഡിനേറ്റ്സിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? കോർഡിനേറ്റ്സിനെ പറ്റി രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. കാരണം ഇവിടെ നോക്കിയേ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കില്ലേ, അല്ലേ? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതല്ലേ, രണ്ട് പോയിന്റ്സിന്റെ അല്ലേ? അപ്പോ x1 = x2 ആയിരിക്കില്ലേ? സോ ഫസ്റ്റ് കേസിൽ x1 = x2 ആയിരിക്കും. അതിനെ വേണമെങ്കിൽ എക്സ് എന്ന് വിളിച്ചോ. ഇനി സപ്പോസ് ഇതൊരു പോയിന്റ്, ഇത് 3, ഇത് 1 2 3, ഇത് 1 2 3 4 5, ഇത് -1 -2 -3 -4 -5. ഈ പിന്റെ പോയിന്റ്സ് പറഞ്ഞേ, പറ. പിയുടെ കോർഡിനേറ്റ്സ് പറഞ്ഞേ. പി എന്ന് പറയുന്ന പോയിന്റ് 3, 5. ഇവിടുത്തെ കോർഡിനേറ്റ്സ് പറഞ്ഞേ. 3, -5. എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ എന്താ? 3. ഇവിടുത്തെയും 3 സെയിം അല്ലേ? സോ രണ്ടും സെയിം ആണ്, എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പി ക്യൂന്റെ ഇക്വേഷൻ എന്താ? PQ = √(x2 - x1) the whole square plus y2 - y1 the whole square, അല്ലേ? x2 - x1 എന്ന് പറഞ്ഞാൽ x - x 0 അല്ലേ? √(y2 - y1) the whole square, അല്ലേ? ഇതിന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? y2 - y1 അല്ലേ? ഡിസ്റ്റൻസ് ആയത് കാരണം നെഗറ്റീവ് വാല്യൂ വരില്ല. സോ മോഡുലസ് ഓഫ് y2 - y1. കിട്ടിയോ? പി ക്യൂന്റെ ഇക്വേഷൻ ഇതാണ്. √(x2 - x1) the whole square plus y2 - y1 the whole square. x1 = x2 ആണ്. സോ x2 - x1 എന്താ? 0 ആണ്. 0 square is 0 itself. So no need to write it here. ബാക്കി എന്താ? y2 - y1 the whole square. y2 - y1 the whole squareന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? √(3²) എത്രയാ? 3 അല്ലേ? √(5²) √(9²) 9. √(y2 - y1 the whole square)
y2 മൈനസ് y1. റൂട്ട് എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് ആ വരാ, പക്ഷെ ഇത് ഡിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് കാൺ ബി നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ് ആകാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു മോഡുലസ് ഇട്ടു. അപ്പൊ പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ. എന്താ മനസ്സിലായില്ല? ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിനിൽ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? പി ക്യു പാരലൽ ടു, അക്ഷയ് ക്യാമറ ഓൺ ചെയ്തേ. നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടിയില്ലേ? എഴുതി കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. പി ക്യു എസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്, ആ ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? പി ക്യു എസ് പാരലൽ ടു വൈ ആക്സിസ് ആണ്. പി ക്യു എന്ന് പറയുന്ന ലൈൻ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. അതായത് ഇതേപോലത്തെ ഒരു ലൈനാണ് പി ക്യു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കുമല്ലോ. ആണോ അക്ഷയ്? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കും അല്ലെ? അപ്പോ നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ് x1 y1 ആണ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് x2 y2 അല്ലെ. സോ ഇൻ ദിസ് കേസ് x1 ഈക്വൽ ടു x2 ആണ്. x1 ഉം x2 സെയിം ആണ് അല്ലെ? സോ ഡിസ്റ്റൻസ് ഫോർമുല എടുത്തു. പി ക്യൂ എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. കിട്ടിയോ? ഇനി x2 ഉം x1 ഉം സെയിം ആണ്. സോ x2 മൈനസ് x1 സീറോ അല്ലേ? സീറോ. സോ അത് 0 ആയി. പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. കിട്ടിയോ? ഇനി റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? y2 മൈനസ് y1. ശരിക്കും പ്ലസ് ഓർ മൈനസ് വരും, പക്ഷെ നമുക്കിത് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ മോഡുലസ് ഇട്ടു. മോഡുലസ് ഓഫ് y2 മൈനസ് y1. കിട്ടിയോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തേ. എക്സിറ്റ് കൊടുത്തോ? എക്സ് മൈനസ് എക്സ് സീറോ തന്നെയല്ലേ കിട്ടാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ എക്സ് മൈനസ് എക്സ് കിട്ടിയോ? ഇതെല്ലാരും കംപ്ലീറ്റ് ചെയ്തില്ലേ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തില്ലേ? പി ക്യു പാരലൽ ടു എക്സ് ആക്സിസ്. പി ക്യു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ലൈനാ? എക്സ് ആക്സിസിന് പാരലല്ല അല്ലെ? അപ്പൊ ഏത് കോർഡിനേറ്റ് ആയിരിക്കും സെയിം ആയിട്ട് വരാ? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. therefore y1 ഈക്വൽ y2 അല്ലെ? ഈ ലൈൻ. ഓക്കെ, കിട്ടിയോ? ഇനി പി ക്യൂവിന്റെ ഇക്വേഷൻ പറഞ്ഞേ. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എത്രയാ? y2 മൈനസ് y1 0. So no need to write that down. Which is equal to modulus of x2 minus x1. വൈഷ്ണവി, ഞാൻ സീറ്റ് മാറ്റി എടുത്തു കേട്ടാ. ആരാ വലിക്കണേ? നന്ദന.
കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. നിങ്ങൾ കഴിഞ്ഞോ? കഴിഞ്ഞു. അക്ഷയ് കഴിഞ്ഞോ? അക്ഷയ്? കേൾക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞു എന്നാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ. Question number 4. Find a point on the x-axis which is equidistant from the points 7, 6 and 3, 4. ആദർശ് ഇവിടെ വന്നിരുന്നേ. Find a point on the x-axis which is equidistant from the points 7, 6 and 3, 4. So we want a point on the x-axis. X-axis ഒരു പോയിന്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് പോയിന്റ് ഓൺ ദി x-axis? x-axisലെ പോയിന്റ് എങ്ങനെയായിരിക്കും? y കോർഡിനേറ്റ് 0 ആയിരിക്കും. x-axisലെ പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കില്ലേ? ആയിരിക്കോ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉണ്ട്. ഇത് എക്സ് ആക്സിസ് അല്ലേ? ഇത് y ആക്സിസ് അല്ലേ? ഇത് 1, 2, 3. ഈ കോർഡിനേറ്റ് പറഞ്ഞേ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് പറഞ്ഞേ. 1 0 1 ആണോ 1 0 ആണോ? 1 0. ഇവിടെയോ 2 0 3 0. എല്ലാത്തിനെയും y കോർഡിനേറ്റ് 0 അല്ലേ? അല്ലേ? എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇതെല്ലാം എക്സ് ആക്സിസിലുള്ള പോയിന്റ്സ് അല്ലേ? അല്ലെ? എന്നിട്ടുള്ള y കോർഡിനേറ്റ് 0 അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ പോയിന്റ് എവിടെയാ? എക്സ് ആക്സിസിലെ പോയിന്റാ. സോ ലെറ്റ് ദ പോയിന്റ് ബി A0. A0 ആണ് നമ്മുടെ പോയിന്റ്. ഓക്കെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദിസ് പോയിന്റ് ഇസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ് 7, 6. 7, 6 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 3, 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈക്വലി ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പോയിന്റ് പി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് പോയിന്റ്. എങ്ങനെ കണ്ടുപിടിക്കാം? Let this point be A and B. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് A is equidistant. Both A and B are equidistant from P. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? അതാണ് നമ്മുടെ A0. അപ്പൊ നമുക്ക് പറയാലോ AP equal PB എന്ന് പറയാവോ? അല്ലെ? AP equal PB അല്ലേ? ഇനി AP എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല അറിയാലോ? ചെയ്തോ. AP equal root of 7 minus A the whole square, 6 square, which is equal to root of 49 minus 14A plus A square plus 36, which is equal to root of 49 plus 36. ഇനി BP equal root of 3 minus A the whole square plus AP ഇങ്ങനെ കിട്ടിയോ? AP കിട്ടിയോ അജയ്? BP കിട്ടിയോ? ഇനി ഇക്വേറ്റ് ചെയ്യും. ആൻസർ കിട്ടി.
ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ? ഇനി സിൻസ് എ പി ഈക്വൽ പി ബി നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് 85 മൈനസ് 14a പ്ലസ് എ സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 25 മൈനസ് 6a പ്ലസ് എ സ്ക്വയർ അല്ലേ? ഇനി ഈ സൈഡ് റബ്ബ് ചെയ്യുവാണേ. ഓൺ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ്സ് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. A square and a square will get cancelled. 85 minus 25 equal 14a minus 6a. 80. A equal 60 by 8. This is equal to A equal 15 by 2. കിട്ടിയാ? Therefore, required point P equal A0 അല്ലായിരുന്നോ? A0 equal 15 by 2, 0. This is a required point. കഴിഞ്ഞോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും? ഇല്ല. തനിയെ ചെയ്ത് നോക്ക് കേട്ടാ, കോപ്പി ചെയ്യല്ലേ. അത് സാരമില്ല, നമുക്ക് കറക്റ്റ് ചെയ്യാം. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കഴിഞ്ഞോ? വായിക്കരുത്, വേഗം കഴിഞ്ഞവരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 5. ചെയ്തോ? ക്വസ്റ്റ്യൻ നമ്പർ 5. ആദർശിനെ മാറ്റി എഴുതിയപ്പോൾ ഫുള്ള് സൈലന്റ് ആയി. ആദർശായിരുന്നല്ലേ പ്രശ്നക്കാരൻ അല്ലേ? കഴിഞ്ഞോ? വൈഷ്ണവ് കഴിഞ്ഞോ? Find the slope of a line which passes through the origin and the midpoint of the line segment joining the points P and B. Okay. നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് എത്ര ഇക്വേഷൻസ് പഠിച്ചു? പറ. 2 ഇക്വേഷൻസ് പഠിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? തീറ്റ വെച്ചിട്ടൊരു ഇക്വേഷൻ. ഓക്കെ, അതെന്തായിരുന്നു? എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. പിന്നെ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ എന്താ? എം ഇസ് ഈക്വൽ ടു പറ. y2 minus y1 divided by x2 minus x1.
എന്താണ് ഈ y2 y1 x1 x2 ഒക്കെ എന്താ തന്നിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റിലുണ്ടല്ലോ, പറഞ്ഞേ. അതല്ല, എന്താ ഇക്വേഷനിൽ x1 x2 y1 y2 ഒക്കെ എന്താ? ആ ലൈൻ പാസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് അല്ലെ, x1 y1 x2 y2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സിലൂടെ ആയിരിക്കണം ആ ലൈൻ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലാണ് m is equal to y2 minus y1 divided by x2 minus x1 അല്ലെ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? ഏതൊക്കെയാ രണ്ട് പോയിന്റ്സ് പറഞ്ഞേ? പിയും ബിയും. അങ്ങനെയാണല്ലേ. ആ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചേ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദി ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു പോയിന്റ് x1 y1 എന്ന് പറയുന്ന ആരാ? ഒറിജിൻ ആണ് അല്ലെ. ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് പി ആൻഡ് ബി. പിനെയും ബിനെയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റ്, അതാണ് നെക്സ്റ്റ് പോയിന്റ്. കിട്ടിയോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മിഡ് പോയിന്റ് ഓഫ് പി ബി അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കും? പി ഇസ് ഈക്വൽ ടു 0 minus 4 and b equal 80 അല്ലെ. സോ മിഡ് പോയിന്റ് ഓഫ് പി ബി എന്താ? ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്താ? x1 plus x2 by 2 y1 plus y2 by 2 which is equal to 0 plus 8 എത്രയാ? 8 by 2 4 minus 4 plus 0 minus 4 minus 4 by 2 minus 2. അപ്പൊ 4 minus 2 ആണ് നമ്മുടെ പി ബി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ x2 y2 അല്ലെ. x2 y2 equal 4 minus 2. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് m is equal to പറ y2 minus y1 by x2 minus x1. എന്താ? ഇത് x1 y1, ഇത് x2 y2. പറഞ്ഞേ, y2 എന്താ? -2 minus 0 divided by x2. 4 minus 0 എത്രയാ? -2 by 4 which is equal to -1 by 2. കിട്ടിയോ? എഴുതിക്കും. കഴിഞ്ഞ എഴുതി കഴിഞ്ഞ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റബ് ചെയ്തോട്ടെ. നിങ്ങൾ കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഗായത്രി, അക്ഷയ്. ഗായത്രി ക്യാമറ ഓൺ ചെയ്തേ.
without using the Pythagoras theorem, show that the points 4, 4, 3, 5 and -1, -1 are the vertices of a right angle triangle. അപ്പോൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ വേർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ വരച്ച് നോക്കാം. എ ബി സി. എ എന്ന് പറയുന്നത് 4, 4, ബി എന്ന് പറയുന്നത് 3, 5, സി എന്ന് പറയുന്നത് -1, -1. ഓക്കെ, ഇത് റൈറ്റ് ട്രയാങ്കിളിന്റെ വേർട്ടിസസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും രണ്ട് സൈഡ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് കാണിച്ചാൽ പോരെ? അല്ലെ, ഏതെങ്കിലും രണ്ട് സൈഡ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് എന്താകും? റൈറ്റ് ട്രയാങ്കിൾ ആവില്ലേ? പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? എന്താ പ്രത്യേകത? ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ then the slope will be എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും നോക്കി പറ, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്സിൽ. പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു -1. m1 m2 എന്തായിരിക്കും? -1 ആയിരിക്കും. സോ ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ബി. സ്ലോപ്പ് ഓഫ് എ ബി എന്താ? സ്ലോപ്പ് ഓഫ് എ ബിനെ ഞാൻ m1 എന്ന് വിളിക്കുകയാണ്. ഈക്വൽ ടു y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ഈക്വൽ y2 എത്രയാ? 5, 5 - 4 by 3 - 4 which is equal to 1 by -1 which is equal to -1. Okay, next slope of BC m2 equal 3 minus -1 divided by 5 minus -1 which is equal to 4 by 6, that is equal to 2 by 3. Next, slope of AC m3 4 minus -1 divided by 4 minus -1 which is equal to 5 by 5 which is equal to 1. Okay, m1 m3 എന്താ? Here m1 into m3 equal 1 into -1 which is equal to -1 അല്ലേ? അല്ലേ? ഈ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന -1 അല്ലേ? therefore നമുക്ക് എന്ത് പറയാം? therefore AB is perpendicular to AC. AB യും AC എങ്ങനെയാണ്? perpendicular ആണ്. therefore നമുക്ക് എന്ത് പറയാം? this is a right triangle. therefore triangle ABC is a right triangle. Question number 7 homework ആണ്. Question number 7 homework. So homework question ഏതൊക്കെയാ? Question number 1 ന്റെ ഫിഗർ വരയ്ക്കണം. Question number 7. കംപ്ലീറ്റ് ചെയ്തോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ പോർഷൻസിൽ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഡൗട്ട്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ.